മലയാളികളേറെ ആവേശത്തോടെ ഏറ്റെടുത്ത് വൻ വിജയമാക്കിയ ചിത്രമാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആദ്യ ഭാഗം പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെങ്കിലും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും മികച്ച സ്വീകാര്യത നേടി ബോക്സ് ഓഫീസിൽ തിളങ്ങി. 100 കോടിക്ക് മുകളിലുള്ള കളക്ഷനുമായി ചിത്രം വലിയ നേട്ടവും സ്വന്തമാക്കി. ഷാജി പാപ്പനായി ജയസൂര്യ എത്തിയപ്പോൾ ഡ്യൂഡായി വിനായകനും അറക്കൽ അബുവായി സൈജു കുറുപ്പും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ചിത്രമായി ആട് 3 മാറി. ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു വെളിപ്പെടുത്തലാണ് നടൻ ഷറഫുദ്ദീൻ നടത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ തനിക്കും ഒരു പ്രധാന വേഷം നിശ്ചയിച്ചിരുന്നുവെങ്കിലും തിരക്കുകളും മറ്റ് പ്രതിബന്ധതകളും കാരണം ആ അവസരം നഷ്ടപ്പെട്ടുവെന്നാണ് താരം പറയുന്നത്. ചിത്രത്തിൽ തനിക്കും ഒരു റോൾ ഉണ്ടായിരുന്നു. ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ ശേഷം മിഥുൻ എനിക്ക് അപ്പോൾ തന്നെ അത് അയച്ചു തന്നു. അന്ന് തന്നെ അത് വായിച്ച് അടിപൊളിയെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഈ പടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ളതല്ല, അഭിപ്രായത്തിന് വേണ്ടിയാണ് അയക്കുന്നത്. അതുപോലെ പാട്ട് വന്നപ്പോൾ ഒരു ദിവസം സ്റ്റേഡിയത്തിൽ പോയി പാട്ടെല്ലാം കേൾപ്പിച്ചു തന്നു. ഷാനിക്ക ചെയ്തു തന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കേൾപ്പിച്ചത്. മിഥുൻ സിനിമയിൽ ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു. അതിനാൽ തന്നെ എനിക്ക് പോയിട്ടൊരു ചാൻസ് ചോദിക്കാൻ മടിയായിരുന്നു. പക്ഷേ എന്തായാലും നിന്നെ ഒരു പരിപാടിക്ക് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാം സെറ്റായി, പ്രൊജക്റ്റും സെറ്റായ സമയത്ത് ഞാൻ പ്രേമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് തമ്മിൽ ക്ലാഷായി. അങ്ങനെ ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനം നിർവഹിച്ച ചിത്രം ഫ്രൈഡേ ഫിലിംസ് ഹൗസിൻ്റെ ബാനറിൽ വിജയ് ബാബുവും കാവ്യ ഫിലിംസ് കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പിള്ളിയും ചേർന്നാണ് നിർമ്മിച്ചത്. ജയസൂര്യ കൂടാതെ വിനായകൻ, ഇന്ദ്രൻസ്, ധർമ്മജൻ ബോൾഗാട്ടി, വിജയ് ബാബു, നോബി നിർമ്മൽ പാലാഴി, സൈജു കുറുപ്പ്, ഹരികൃഷ്ണൻ, ഭഗവത് മാനുവൽ, സണ്ണി വെയിൻ, സുധി കോപ്പ തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു.